എന്തിനാ എനിക്ക് അങ്ങനെ വരണേ? വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ട്രബിൾസ്, ഇതൊക്കെ എന്തിനാ എനിക്ക് വരുന്നേ? എന്തിനാ ഇതിപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നവർ വിക്ടിം മൈൻഡ് സെറ്റിലാണ്. ഒരു വ്യക്തി എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നെസ് കോംപ്ലക്സ് ആണ്. എൻ്റെ ശരീരത്തിന് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ മാനസിക ആരോഗ്യത്തിനുള്ളതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ? ചിന്തയില്ലാത്ത അവസ്ഥ വരുന്നത് നമുക്കൊക്കെ ആ അവസ്ഥകൾ എപ്പോഴും ലൈഫിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ അത് ദീർഘകാലം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറുന്നില്ല എന്നേ ഉള്ളൂ. അതിനെ എങ്ങനെ നമ്മുടെ സ്ഥായിയായ സിറ്റുവേഷനാക്കി മാറ്റാം? ഈ ലൈഫിൽ തന്നെ ചിന്തയില്ലാത്ത സ്റ്റേറ്റിലേക്ക് എത്തി എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സൈലൻ്റ് ആണ്. അപ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ലെന സിനിമയിൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി അഭിനയിക്കാൻ സാധ്യത കണ്ടെത്തിയ ഒരാളല്ല. അതെ, ലെനയെ സംവിധായകർ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സംഭവിച്ചതെന്ന് പറയുന്നത്. അതെ, ഓക്കെ, സ്വാഭാവികമായിട്ടും സംഭവിച്ചോട്ടെ. ഇവിടെ നമുക്ക് ഇതിനെ ഒരു ലോ ഓഫ് അട്രാക്ഷനും നമ്മൾ ഇത് പറഞ്ഞാൽ ഇതിനെ പറ്റിയൊക്കെ ആദ്യത്തെ പുസ്തകം ദൈവത്തിന്റെ ആത്മകഥയില് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഇത് ഒരുപാട് പറയണം. ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്ത് കെണിയാണ് ഇപ്പൊ ഓപ്പൺ ചെയ്തിരിക്കണേ. കണ്ടില്ലേ, ഞാൻ തയ്യാറൊക്കെ റെഡിയായി. ഇനി അടുത്ത നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. അല്ല, എനിക്കത് സീരിയസ്ലി പറഞ്ഞു. അപ്പൊ എനിക്കിത് രണ്ടും ഭയങ്കര അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ, നമ്മൾ എന്തായിട്ടാണോ ഐഡന്റിഫൈ ചെയ്യുന്നത് അതാണ് നമ്മുടെ റിയാലിറ്റി. അപ്പോൾ മിക്ക ആൾക്കാരും ഐഡന്റിഫൈ ചെയ്യുന്നത് വിക്ടിം മൈൻഡ് സെറ്റ് എന്നാണ്. ലൈഫ് ഈസ് ഹാപ്പനിങ് ടു മീ, ജീവിതം എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് എന്തിനാ എനിക്ക് അങ്ങനെ വരണേ? എന്തിനാ ഇതിപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നവർ വിക്ടിം മൈൻഡ് സെറ്റിലാണ്. അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് ബോഡി ആയിട്ടാണ്. ഞാൻ ഈ ശരീരം അനുഭവിക്കുന്ന വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ട്രബിൾസ്, ഇതൊക്കെ എന്തിനാ എനിക്ക് വരുന്നേ എന്ന് ചിന്തിക്കുന്ന ഐഡന്റിഫിക്കേഷനെ ഐഡന്റിഫൈങ് വിത്ത് ദ ബോഡി ആൻഡ് വിക്ടിം മൈൻഡ് സെറ്റ് എന്ന് പറയും നമ്മൾ അതിനെ. അട്രാക്ടർ എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് വിത്ത് ദ മൈൻഡ്. ഞാൻ എൻ്റെ മനസ്സാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾ പറയുന്നത് ലൈഫ് ഈസ് ഹാപ്പനിങ് ഫോർ മീ. മറ്റേത് ലൈഫ് ഈസ് ഹാപ്പനിങ് ടു മീ. ഇവർ അട്രാക്ടേഴ്സ് പറയുന്നത്, ദീപിക പടുക്കോൺ പറഞ്ഞ് ലൈഫ് ഈസ് ഹാപ്പനിങ് ഫോർ മീ, എൻ്റെ അടുത്തേക്ക് വരുന്നു. അതൊരു കുറച്ചുകൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റാ വിക്ടിമിനേക്കാളും. പക്ഷെ നിങ്ങളുടെ അല്ലല്ല, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ ദീപിക പടുക്കോണിന് തന്നെ ഡിപ്രഷൻ സംഭവിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഐ വെന്റ് ത്രൂ ഡിപ്രഷൻ, ക്ലാസിക് ഡിപ്രഷൻ, മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു എന്ന്. അതാണ് അതിന്റെ ഡ്രോബാക്ക്. ബിക്കോസ് മൈൻഡിന് എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. ഒന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും പാളിയ അയ്യോ എൻ്റെ റിയാലിറ്റി മുഴുവൻ ഷാറ്ററായി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ദി അട്രാക്ടർ. അവിടെയാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കൊക്കെയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്തത്. തേർഡ് സ്റ്റേജ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, ഐ ആം ദ ഇൻസ്ട്രുമെന്റ്, ലൈഫ് ഈസ് ഹാപ്പനിങ് ത്രൂ മീ. കുറെ ഡോക്ടേഴ്സ്, പെയിന്റേഴ്സ്, ഓത്തേഴ്സ്, ആക്ടേഴ്സ്, കുറെ ആർട്ടിസ്റ്റ്സ് പറയുന്ന ഒരു സാധനം, അതൊന്നും ഞാൻ ചെയ്തതല്ല, അത് ഇങ്ങനെ ക്രിയേറ്റിവിറ്റിന്ന് വന്നതാണ്, എനിക്കത് അവകാശപ്പെടാൻ പറ്റില്ല. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജി, ഫ്ലോ സ്റ്റേറ്റ് അനുഭവിച്ചിട്ടുള്ളവർ പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷനാണ്. ഐഡന്റിഫിക്കേഷൻ വിത്ത് ദി എനർജി. എൻ്റെ ഉള്ളിൽ ക്രിയേറ്റീവ് എനർജി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഒരു പുസ്തകം എഴുതാനോ ഒരു പെയിൻറ്റിങ് വരയ്ക്കാനോ ഒരു ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അവർ പറയുന്നു ഷോ അത് ഐ വെൻറ്റ് ഇൻ ടു ഫ്ലോ സ്റ്റേറ്റ്. അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ഭയങ്കര ഗോൾഡ് മെഡൽ വിന്നിങ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഇറ്റ് വാസ് ഐ ഡോണ്ട് നോ ഹൗ ഐ ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. അവിടെ ദേ ആർ ഐഡന്റിഫൈയിങ് വിത്ത് ദി എനർജി ആൻഡ് ദേ ആർ സെയിങ് ഇറ്റ് ഇസ് ദ ഇൻസ്ട്രുമെന്റ്, ഐ എം എൻ ഇൻസ്ട്രുമെന്റ് ഫോർ ദാറ്റ് എനർജി ഇസ് ഫ്ലോയിങ് ത്രൂ മീ. അല്ലേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മഹാഗായകൻ യേശുദാസ് പറയുന്ന പോലെ ഇതെല്ലാം ഇങ്ങനെ വരുന്നതാണ്, എന്നെ കൊണ്ട് പാടിക്കുന്നതാണെന്ന് പറയുന്ന പോലെ. നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, ഇഫ് യു ഐഡന്റിഫൈ വിത്ത് കോൺഷ്യസ്നെസ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആണെങ്കിൽ യു ആർ സെയിങ് ഐ എം ദ വിറ്റ്നസ്, ഐ എം ദ ക്രിയേറ്റർ ആൻഡ് ഓൾ ദിസ് ഇസ് എ പ്ലേ, ദിസ് ഇസ് മായാലോകം, ദിസ് ഇസ് ഇല്യൂഷൻ, the mind is playing the illusion, all this is happening എന്ന് പറയുന്ന ആ സ്പിരിച്വൽ ഹൈറ്റ് is totally different. അവിടെ you are neither the victim nor the attractor and manifestor nor the instrument, you are the all knowing consciousness. ഫോർത്ത് ലെവലാണ് അതെ, തൂര്യ.
എന്ന് പറയുന്ന സ്റ്റേറ്റാണത്. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ. സോ ഈ പറയുന്ന നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം. പല സമയത്തും ഞാൻ മിക്ക സമയത്തും നമുക്ക് ഈ സ്റ്റേജിലേക്ക് നമ്മളെ എത്തിക്കാൻ കഴിയുന്നതാണോ, അതോ നമ്മുടെ മുജ്ജന്മ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ജനിക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രക്രിയയിൽ നമ്മളുടെ ഈ ലെവൽസിൽ നമ്മൾ അറിയാതെ എത്തപ്പെടുന്നതാണോ? രണ്ടും നടക്കുന്നുണ്ട് അവിടെ. ഒന്ന്, നിങ്ങൾ ഓൾറെഡി ജനിക്കുമ്പോൾ വന്ന ഒരു ലെവൽ ഓഫ്, ഇപ്പോൾ കുട്ടികളെ കണ്ടാൽ നമുക്കറിയാം, ചെറിയ കുട്ടികൾ, ചില കുട്ടികൾ ഭയങ്കര കോൺഷ്യസ് ആണ്, അവർ വളരെ ക്ലിയർ ആണ്, അവർ ഭയങ്കര പ്രിസൈസ് ആണ്. ചില കുട്ടികൾ ഇങ്ങനെ 3 വയസ്സ് വരെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന കുട്ടികളുണ്ട്. അയ്യോ, കിൻഡർ ഗാർഡനിലേക്ക് വിടാൻ നോക്കിയാലും പ്ലേ സ്കൂളിലേക്ക് വിടാൻ നോക്കിയാലും അമ്മയെ അള്ളി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അതേസമയത്ത് എല്ലാ കുട്ടികളെയും നോക്കാൻ പ്രാപ്തിയുള്ള ചില പിള്ളേർ അവരിങ്ങോട്ട് പേരൻസിനോട് പറയും, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ, ഞാൻ ഈവനിങ് ആകുമ്പോൾ വരാം. അല്ലെ, മെച്യൂരിറ്റി ലെവൽസ് കുട്ടികളിലെ നമുക്ക് ആ വ്യത്യാസം അറിയാം. അത് കമ്മിങ് ഫ്രോം അവർ, ഇപ്പൊ എല്ലാവർക്കും അത് ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, ദാറ്റ് മുൻജന്മം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ ഡിഫറൻസസിനെ എങ്ങനെ നമ്മൾ വിലയിരുത്തും? എങ്ങനെയാണ് ഈ ഡിഫറൻസസ് ഉണ്ടാവുന്നത്? എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല എന്ന് നമുക്കറിയാം. അതവിടെ ഇരിക്കെ നമ്മൾ സെക്കൻഡ് വൺ പറയേണ്ടത്, നമ്മൾ ഏത് ലെവലിൽ ജനിച്ചാലും നമുക്ക് ഇതാണ് സ്റ്റെപ്സ് എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ, ഇതാണ് എത്താനുള്ള വഴികൾ. ഇപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ബേസിക്സ്, ഭക്ഷണം, എക്സസൈസ്, ഉറക്കം, ഇത് 3 കറക്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ മെഡിറ്റേഷനും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. ബ്രെത്ത് വർക്ക് ഓർ പ്രാണായാമൻ, വേരിയസ് വെറൈറ്റീസ് ഓഫ് ബ്രെത്ത് വർക്കും കൂടെ ആഡ് ചെയ്ത് മസ്റ്റായിട്ട് നമ്മൾ ഈ സ്റ്റേജസ് നിന്ന് കടന്നു പോകും. എല്ലാ സ്റ്റേജിലൂടെയും കടന്നു പോകാൻ പറ്റും. വേണ്ട, നമുക്ക് ഏത് സ്റ്റേജിലാണോ നമ്മൾ നിൽക്കുന്നത് അതിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എന്തായാലും പോകും. ബിക്കോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡീനെ കെയർ ചെയ്തു. ഇപ്പം ഞാൻ കാണുന്നത് ഒരു മനുഷ്യൻ ഒരു വ്യക്തി എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നെസ് കോംപ്ലക്സ് ആണ്. അതിൽ ശരീരമുണ്ട്, പക്ഷെ നമ്മളൊരിക്കലും ഞാൻ ശരീരം എന്ന് പറയില്ല, എൻ്റെ ശരീരം എന്നേ പറയുള്ളൂ. ഈ എനർജി മൈൻഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സോൾ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓമന പേരിടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഞാൻ പറയില്ല. ചിലവർ പറയും. പക്ഷെ എൻ്റെ വേ ഓഫ് ലുക്കിംഗ് അറ്റ് എ ഹ്യൂമൻ ബീയിങ് ഇസ് ഡൈമെൻഷൻസ്. കംപ്ലീറ്റ്ലി കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത നമ്മുടെ സെൻസസിന്, 5 ഇന്ദ്രിയങ്ങൾക്കും അതീതമായ ആ നിങ്ങളുടെ ഡൈമെൻഷനാണ് കോൺഷ്യസ്നെസ്, ബോധം. ബോധത്തിന് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബോധമില്ലെങ്കിൽ ബാക്കി 3 വർക്ക് ചെയ്യില്ല. അല്ലേ, ഒരാൾക്ക് തലയ്ക്ക് ഒരു അടി കൊടുത്ത് ബോധം പോയി, വാട്ട്സ് ദ യൂസ് ഓഫ് ബോഡി, മൈൻഡ്, എനർജി എല്ലാം അവിടെ കിടക്കുക. നമ്മൾ കോമയിലേക്ക് പോകുമ്പോൾ വാട്ട്സ് ഹാപ്പനിങ്, യുവർ കോൺഷ്യസ്നെസ് ഇസ് ഔട്ട്സൈഡ് ദ ബോഡി, ഇറ്റ്സ് നോട്ട് ഇൻ ദ ബോഡി. അപ്പം ഈ ഒരു കോംപ്ലക്സ് കറക്റ്റ് ആയാൽ, ഇപ്പം നിങ്ങളുടെ എനർജി ലെവൽസ് നിങ്ങളുടെ ഓറയിൽ കാണാം, നിങ്ങളുടെ എനർജി ലെവൽ ഡൗൺ ആണ്. ഫെറിറ്റിൻ ഡെഫിഷ്യൻസിയോ ഗ്ലൂക്കോസ് ഇല്ലായ്മയോ എന്ത് കാരണം കൊണ്ടും, ഭക്ഷണം ഒരാഴ്ചയായിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ ലെന, നമുക്കപ്പോൾ ഈ ലെന അപ്പം എന്തായാലും പ്രാണായാമം പോലെയുള്ള ബ്രത്ത് എക്സസൈസുകൾ ചെയ്യുന്നുണ്ടാവുമല്ലോ, ധ്യാനം ചെയ്യുന്നുണ്ടാവാം, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ബോഡിയിലെ ഡെഫിഷ്യൻസി നമുക്ക് ഇത്തരം പ്രക്രിയ കൊണ്ട് ബാലൻസ് ചെയ്ത് ക്രിയേറ്റ് നെവർ അത് നെവർ എന്നും പറയാൻ പാടില്ല. ഞാൻ അത് ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ അതൊരു ഇപ്പോൾ യോഗീസ്, ഹിമാലയത്തിൽ ഇരിക്കുന്ന യോഗി, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, ഏതൊരു കെനിയയിലോ സം ആഫ്രിക്കൻ കൺട്രിയിൽ 16 years ആയിട്ട് ഒരു സ്ത്രീ ഭക്ഷണം കഴിച്ചിട്ടില്ല. 16 years ആയിട്ട്. അതുപോലെ പല യോഗീസ് 40 വർഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതൊക്കെ റെയർ എക്സെപ്ഷൻസ് ആണ്. ശ്വാസം മാത്രം എന്നാണ് അവർ പറയുന്നത്. സൺലൈറ്റ്, വെള്ളം പോലും കുടിക്കാത്തവരുണ്ട്, 40 years ആയിട്ട് വെള്ളം കുടിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കേസ് നമ്മൾ കേൾക്കും. ഞാൻ പറയുന്നത് സാധാരണ നോർമൽ സ്റ്റേറ്റിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇത്രയും രീതിയിൽ നമുക്ക് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഈ 4 ഒരുമിച്ച് ഒരുപോലെ കെയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും എളുപ്പം. കോൺഷ്യസ്നെസ്സിന് ബോധപൂർവം ജീവിക്കുക. നമ്മൾ നേരത്തെ പോലെ ബിവെയർ അല്ല, ബി അവെയർ ആണ് കാര്യം. ബി അവെയർ, വളരെ അവെയർനെസ്സോടുകൂടെ, ബോധത്തോടുകൂടെ ജീവിക്കുക. ബുദ്ധിയും ബോധവും ഒരുപോലെ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് മാറും. സെക്കൻഡ് തിങ്, എനർജറ്റിക് ആയിരിക്കുക. കറക്റ്റായിട്ട് എനർജി ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സസൈസ് വേണം, ഫുഡ് വേണം, എല്ലാം വേണം. അതിനാണ് ഈ ബോഡി മൈൻഡ് കോംപ്ലക്സിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എനർജി കോൺഷ്യസ്നെസ് കോംപ്ലക്സിലാണ് മെഡിറ്റേഷനും പ്രാണായാമവും ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ എനർജി വളരെ കണക്റ്റഡ് ആണ് ബോഡിയും മൈൻഡുമായിട്ട്.
നമ്മുടെ മൈൻഡ് വളരെ അലച്ചലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മൈൻഡിന് ഭയങ്കര ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉള്ള ഒരു മൈൻഡുള്ള ആൾക്ക് ബോഡീനെ കെയർ ചെയ്യാൻ പറ്റില്ല. അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നു, ബോഡിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് എൻ്റെ ശരീരത്തിന് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടോ, എൻ്റെ മാനസിക ആരോഗ്യത്തിനുള്ളതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ, ബേസിക്കലി റിമൈനിങ് സ്ട്രെസ് ഫ്രീ, തിങ്കിങ് കറക്റ്റ്ലി, ഒരു സ്ട്രേറ്റ് ആൻഡ് പോസിറ്റീവ് പാത്തിൽ ചിന്തിക്കുക എന്നുള്ളത് തന്നെ. അല്ല, ഈ ചിന്തയില്ലാത്തൊരവസ്ഥയാണ് വേണ്ടതെന്ന് പറയുന്നതിലോ? ചിന്തയില്ലാത്ത അവസ്ഥ ഈ പറഞ്ഞ വളരെ ഹൈറ്റൻഡ് അവസ്ഥയാണ്. ദാറ്റ്സ് ഫോർ സെൽഫ് റിയലൈസ്ഡ് സോൾസ്. അവിടെ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? ചിന്തിക്കേണ്ടതെല്ലാം ചിന്തിച്ചതിന് ശേഷമാണ് അവരവിടേക്ക് എത്തിയത്. അവരെല്ലാത്തിനെ പറ്റി ചിന്തിച്ചു, ഒരുപാട് വർഷങ്ങളെടുത്ത് അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നോണ്ടാണ് ഇപ്പൊ ചിന്തയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നത്. ഒരിക്കൽ സദ്ഗുരുവിന്റെ അടുത്ത്, അമേരിക്കയിൽ സദ്ഗുരുവിനെ ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഒരു വലിയ BBC മറ്റൊരു ആങ്കർ പേഴ്സൺ പറഞ്ഞു, യു ആർ എ തോട്ട് മാസ്റ്റർ. എന്നെ എങ്ങനെ വിളിക്കരുത്, അത് അപമാനമാണ്, എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. ഞാൻ ചിന്തയില്ലാത്ത അവസ്ഥയെ പറ്റി ജീവിതത്തില്. അതെ, ചിന്തയില്ലാത്ത അവസ്ഥ വരുന്നത് പെർഫെക്റ്റ്ലി പീസ്ഫുൾ ആൻഡ് കാം ആയിരിക്കുമ്പോഴാണ്. നമുക്കൊക്കെ ആ അവസ്ഥകൾ എപ്പോഴും ലൈഫിൽ സംഭവിക്കുന്നതാണ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. പക്ഷെ അത് ദീർഘകാലം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു വെക്കേഷന് പോയി, ഒന്ന് എവിടെയോ പോയി റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു, ഒരു റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, ഞാനിവിടെ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കാം, ഒരു 5-10 മിനിറ്റിനെങ്കിലും ഒരു ചിന്തയില്ലാത്ത വെറുതെ പ്രകൃതി ആസ്വദിച്ചിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഏത് കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോയാലും നമ്മൾ 10-15 മിനിറ്റ് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും. നാച്ചുറൽ ആണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ആ അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഉറക്കത്തിനോട് ഇത്ര ഇഷ്ടം. ഉറക്കമില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതിനെ എങ്ങനെ നമ്മുടെ സ്ഥായിയായ സിറ്റുവേഷൻ ആക്കി മാറ്റാം എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയുടെ ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവന്ന് അത് നമ്മുടെ സ്ഥായിയായ സിറ്റുവേഷൻ, നമ്മുടെ മനസ്സിന്റെ സ്ഥായിയായ സിറ്റുവേഷൻ കംഫർട്ടബിൾ, പീസ്ഫുൾ, സൈലന്റ് ആവുക എന്നുള്ളതാണ്. ഞാൻ ഈ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ടോക്കുകൾ ഒക്കെ കേൾക്കാറുണ്ട്. ഞാൻ ലെനയുടെയും ചിലത് കേൾക്കാറുണ്ട്. അപ്പം സാധാരണ മനുഷ്യ ശരീരത്തിലുള്ളത് പഞ്ചപ്രാണനാണ്, ദശപ്രാണനാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ലെനയുടെ ഒരു സാധനം ഞാൻ കേട്ടു. അതായത് സൂര്യപ്രകാശം നമ്മളിലേക്ക് പതിക്കുന്നത് പോലെ നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഫോട്ടോൺ പോലെ പ്രകൃതിയിലെ എനർജിയുടെ ഒരു കണമാണ് എന്നുള്ളൊരു അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ബിക്കോസ് ആൾക്കാർ ഈ സോൾ എന്നുള്ള വാക്ക് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. ബിക്കോസ് എല്ലാവരും സോളിൽ നിന്നും ഉദ്ദേശിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഞാൻ നേരത്തെ സോൾ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇട്ട ഓമനപ്പേരാണോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ടി വരും വാട്ട് ഡു യു മീൻ ബൈ സോൾ. നമ്മളിവിടെ പറഞ്ഞു ശരീരം, മനസ്സ്, എനർജി, കോൺഷ്യസ്നസ്, ഇത് 4 പറഞ്ഞു. അപ്പൊ ഇത് 4 അല്ല സോൾ അല്ലേ? അപ്പൊ സോൾ എന്താണ്? അതോ ഇത് 4 അടങ്ങുന്നതാണോ സോൾ? അത് ഓരോരുത്തരുടെ ഡെഫിനിഷനാണ്. അപ്പോൾ എന്നോട് വാട്ട് ഇസ് എ സോൾ, ബിക്കോസ് ഒരു സോൾ ജേർണി അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്സിനെ ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോഴാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഹൗ ക്യാൻ വി ഹാവ് പാസ്റ്റ് ലൈഫ്സ്? ഈ ശരീരം പോയെങ്കിൽ എങ്ങനെയാണ് അടുത്ത ശരീരത്തിലുള്ളത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ്. ഇപ്പൊ എന്റെ മുൻ ജന്മത്തിൽ ഞാൻ ലെനയായിരുന്നു എന്ന് ഞാൻ അടുത്ത ജന്മത്തിൽ പറയുകയാണെങ്കിൽ ലെനയായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ ഇതായിരിക്കണേ എന്നുള്ള ചോദ്യമുണ്ട്. എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റുന്നതാണോ? അതിന്റെ ഒരു പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്പിരിച്വൽ മെച്യൂരിറ്റി. അതായത് ഈ ലൈഫിൽ തന്നെ ചിന്തയില്ലാത്ത സ്റ്റേറ്റിലേക്ക് എത്തി എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സൈലന്റ് ആണ്. അപ്പോൾ ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഈ ആഴ്ചത്തേക്കുള്ള ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഈ ആഴ്ചത്തെ ടാർഗറ്റ് നമ്മൾ 3 ദിവസത്തിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4 ദിവസം ഉണ്ട് ഈ ആഴ്ചയിൽ, പണിയൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു? പഴയത് നമ്മൾ പെൻഡിങ് കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. മനസ്സിലായോ? മുൻ ജന്മങ്ങൾ ചിക്കി ചകഞ്ഞ് പോണെങ്കിൽ ആദ്യം ഈ ജന്മത്തിലുള്ള പണികളൊന്ന് ഫിനിഷ് ചെയ്യണം. എന്നാ പിന്നെ ഇനി എത്ര ജന്മം വേണമെങ്കിലും ബാക്കിലോട്ട് പോയി നോക്കാം. ഉത്തരവാദിത്തങ്ങൾ അല്ല, ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഭയങ്കര രസകരമായിട്ട് അത് ചെയ്യുന്നത് രസകരമായിട്ട് ചെയ്താ ചിലപ്പോ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. ബിക്കോസ് ഈ ജന്മത്തിലെ പണികളോ തീർത്തിട്ടില്ല. അപ്പോഴാണ് കഴിഞ്ഞ 2 ലെഡ്ജറും കൂടെ തുറക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ കെയോസ് ആയിട്ട് ഫീൽ ചെയ്യും. പ്രകൃതി തന്നെ നമ്മളെ ജന്മത്തായി സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് പഴയത് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുന്നതിന്റെ ഇടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഓപ്പൺ ചെയ്യരുത്. പക്ഷെ ചിലവർക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഹെൽപ്ഫുൾ ആവുന്നത് ഈ ലൈഫിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്,
എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനാണ് അവർ യൂഷ്വലി പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒരു തെറപ്പിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമല്ല എൻ്റെ പാസ്റ്റ് ലൈഫ്സ് ഓർമ്മ വന്നത്. ബേസിക്കലി എൻ്റെ സ്പിരിച്വൽ ജേർണി ഒരു ഡെഡ് എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി മൈൻഡ് സൈലന്റ് ആയി. മൈൻഡ് സൈലന്റ് ആയ സമയത്ത് ഓർഗാനിക്കലി മെഡിറ്റേഷനിൽ അടുത്ത ഓക്കെ ലെറ്റ് us ഷോ യു വേർ യു ആർ കമ്മിങ് ഫ്രോം എന്നുള്ള പോലത്തെ ഒരു ഓപ്പണിംഗ് ആണ്. വേർ യു ആർ ഗോയിങ് ടു എന്നുള്ളതും കണ്ടെത്താൻ പറ്റുമോ? ഇനി നമുക്ക് ഈസിയാണ്. നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടായ്മ ആണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നത്.